ഓപ്പറേഷത്തിന് വേണ്ടി അകത്തോട്ട് കയറ്റിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, ആളിൻ്റെ അവസ്ഥ വളരെ മോശമാണ്, നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നോക്കാം, രക്ഷപ്പെടുന്നെങ്കിൽ പെടട്ടെ. ചിലപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് ഒരു അറ്റാക്ക് വന്ന് ആൾ മരിക്കാൻ സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന് കിടക്കാൻ സാധ്യതയുണ്ടെന്ന്. മാതാവിൻ്റെ കാശുരൂപം കൊന്തയും മാത്രമാണ് എൻ്റെ ആശ്രയം. ഈശോയെ, അങ്ങ് ഈ അമ്മയുടെ കൂടെ ആ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറണം. ആ ഡോക്ടറുടെ ഓരോ കൈകളിലും ഇരിക്കുന്ന ഉപകരണത്തിൽ എൻ്റെ ഈശോയും അമ്മയുണ്ടായിരിക്കണം. ഞാൻ ആ ആശുപത്രിയുടെ വരാന്തയിൽ നിന്ന് കരയുമ്പോൾ കുറേ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ ഒരു പ്രകാശമുള്ള ഒരാളിങ്ങനെ കടന്നു വരികയാണ്. എനിക്ക് ആരാന്നറിയില്ല, ഞാൻ കുനിഞ്ഞു നിന്ന് കരയുന്നു. നല്ല പ്രകാശം, ഞാൻ നോക്കുമ്പോൾ നല്ല വെട്ടം മാത്രം എനിക്ക് കാണാം. നേരെ വന്ന് എൻ്റെ തലയിൽ തടവെട്ടിക്കൊണ്ട് ചോദിച്ചു, എന്തിനാ കുഞ്ഞെ നീ കരയുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയായി ഇതിനകത്ത് ഓപ്പറേഷത്തിന് കയറ്റി. ഡോക്ടർ പറയുന്നു ഒന്നുകിൽ ഒരു അറ്റാക്ക് വരും, അതല്ലെങ്കിൽ സ്ട്രോക്ക് വരും, അമ്മയുടെ മരണം ഉറപ്പാണെന്നാണ് അവരുടെ ഇത്. അപ്പം പറഞ്ഞു, നിൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരത്തില്ല, 5 മിനിറ്റ് കഴിയുമ്പോൾ നിൻ്റെ അമ്മ പൂർണ്ണ സൗഖ്യത്തോടെ തിരിച്ചു വരുമെന്ന്. ഞാൻ മേളോട്ട് കണ്ണ് തുറന്ന് നോക്കി, എനിക്ക് മുഖം വ്യക്തമല്ല, പക്ഷെ അത്രയും പ്രകാശം എൻ്റെ കണ്ണിലോട്ടടിക്കുന്നു. എൻ്റെ ഈശോയായിരുന്നു അത്. തിരിച്ചു നോക്കുമ്പോൾ ആളിനെ കാണാനില്ല. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയെ തിരിച്ച് ഒരു കുഴപ്പമില്ലാതെ പുറത്തേക്ക് കൊണ്ട് തന്നു.